കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ശ്രീമദ് ഭാഗവതം ഏകാദശസ്കന്ധം അധ്യായം 25 മൂന്നാമത്തെ ശ്ലോകം കഴിഞ്ഞ് നമ്മൾ നിർത്തി. അപ്പോൾ സത്വഗുണത്തിൻ്റെ ലക്ഷണങ്ങളും രജോഗുണത്തിൻ്റെ ലക്ഷണങ്ങളുമാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അതായത് ശമം, ദമം, തിതിക്ഷ, സത്യം, ദയ, സ്മൃതി, തുഷ്ടി, ത്യാഗം, സ്പൃഹ, പിന്നെ ശ്രദ്ധ, ലജ്ജ, ദയ, ഇതൊക്കെയാണ് സാത്വിക ഗുണങ്ങൾ. അത് നമുക്ക് ആത്മസുഖം നൽകുന്നവയാണ് എന്ന് പറഞ്ഞു. പിന്നെ കാമം, സംഘം, മദം, തൃഷ്ണ, അഹങ്കാരം, അതിയായിട്ടുള്ള ആഗ്രഹം, ഭേദഭാവന, വിഷയസുഖങ്ങളിൽ അത്യാഗ്രഹം, അതിരുകവിഞ്ഞ ഉത്സാഹം, കീർത്തി, പിന്നെ ഈ പരിഹസിക്കാനുള്ളത്, പിന്നെ ബലപ്രയോഗം എപ്പോഴും ചെയ്യണത്, അതൊക്കെയാണ് രജോഗുണപ്രധാനം എന്ന് പറഞ്ഞു. അതൊക്കെ ശരിക്കും ആസുരി സമ്പത്ത് എന്നും പറയാം. രജോഗുണത്തിനെയും തമോ ഗുണത്തിനെയും ആസുരി സമ്പത്ത് പറയും ഭഗവത്ഗീതയിൽ. ഈ സത്വഗുണത്തിന് ദൈവീ സമ്പത്തും എന്നാണ് പറയുക. പിന്നെ ഭഗവത്ഗീത തന്നെ പറഞ്ഞത് അല്ലേ. ഭഗവാൻ ദൈവീ സമ്പത്താണ് ആ സത്വഗുണം. മറ്റ് രജോ ഗുണവും തമോ ഗുണവും ആസുരി സമ്പത്തായിട്ടാണ് കേട്ടോ പറയണത്. അപ്പോൾ പിന്നെ ഇനി നമ്മൾ പിന്നെ തമോ ഗുണത്തിൻ്റെ പറയും കേട്ടോ. അതാണ് ഇനി ക്രോധം, അതൊക്കെയാണ് ഇനി പറയാൻ പോണത് കേട്ടോ. 4 വായിക്കാം. ക്രോധം, ലോഭോ, നൃതം, ഹിംസ, യജ്ഞ, ഭംഭ, ക്ലമക്കലിഹി, ശോകമോഹോ, വിഷാദാർത്തി, നിദ്രാശ, ഭീർ, അനുദ്യമ. ഇനിയിപ്പോൾ നമ്മൾ പറയാൻ പോണത് പിന്നെ തമോ ഗുണത്തിൻ്റെയാണ് കേട്ടോ. അപ്പോൾ തമോ ഗുണത്തിന് നോക്കാം നമുക്ക് എന്തൊക്കെയാണ് പറയണമെന്ന്. അതായത് ക്രോധം, അതായത് ദേഷ്യം, ലോഭം, അത്യാഗ്രഹം, അനൃതം, അതായത് സത്യമല്ലാത്തത്, ഹിംസ, ദ്രോഹിക്കുക, യാചിക്കുക, ദംഭ, അഹങ്കാരം തന്നെ പറയാം, ക്ലമ, ശ്രമം, കലി, കലഹം, ശോകമോഹം, ദുഃഖവും ഭ്രമവും ഒക്കെ, പിന്നെ എപ്പോഴും ദുഃഖിച്ച്, അതായത് ഇങ്ങനെ ഡിപ്രഷനായിട്ട് വിഷാദാർത്ഥി, പിന്നെയോ നിദ്ര, എപ്പോഴും ഇങ്ങനെ തൂങ്ങി പിടിച്ചും കൊണ്ട് ഉത്സാഹമില്ലാതെ, ആശ, അതായത് എനിക്ക് ഇന്നത് കിട്ടുമെന്ന് വിചാരിച്ച് ഇങ്ങനെ മനോരാജ്യം കണ്ടിരിക്കുക, ഭയം, അനുദ്യമ, ജഡത്വം എന്നൊക്കെയാണ് തമോ ഗുണത്തിൻ്റെ വൃത്തികൾ അല്ലെങ്കിൽ പിന്നെ ലക്ഷണങ്ങൾ, വൃത്തയ. അനുപൂർവശ ക്രമത്തിൽ വർണ്ണിത പ്രായ മിക്കവാറും വർണ്ണിക്കപ്പെട്ടു. ഇതൊക്കെ പറഞ്ഞു. അപ്പം പിന്നെ എന്താണ് ഇതിൽ ക്രോധം, ലോഭം, അതെ ക്രോധം, ലോഭം, പിന്നെ അസത്യം, അതായത് പ്രമാണങ്ങളൊന്നും ശരിയല്ല പറയുക, അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ പ്രമാണങ്ങൾക്ക് എതിരായിട്ട് ഒക്കെ ചെയ്യുക, അസത്യം, അനൃതം, അതൊക്കെ. പിന്നെ ഹിംസ, എല്ലാവരും യാചിക്കാൻ മടിയില്ലാണ്ട്, പിന്നെ ഒക്കെ ഒട്ടും സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ലാതെ നടിക്കുക ഒക്കെ, ശ്രമം, പിന്നെ കലഹം, ശോകം, മോഹം, പിന്നെ ഡിപ്രഷൻ, ദുഃഖം, ദൈന്യത, അതൊക്കെ. പിന്നെ മടി, പിന്നെന്താ എല്ലാത്തിനും മോഹം, പിന്നെ ഭയം, ഇതൊക്കെയാണ് തമസിൻ്റെ ആയിട്ട് പറയണത് എന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ പിന്നെ ഇനി മിശ്രമായിട്ടുള്ളതിൻ്റെയും ഇതിൻ്റെയൊക്കെ എന്താണ് ഒരു മിക്സ്ചറാകുമ്പോൾ എന്താ ഉണ്ടാവുക എന്നും കൂടി പറയട്ടോ. ഇതിപ്പം 3 നമ്മൾ പറഞ്ഞു അല്ലേ, സത്വം, തമോ ഗുണം. നമുക്കറിയാലോ തമോ ഗുണമൊക്കെ എന്താണ്. പിന്നെ ക്രോധോ, ലോഭോ, നൃതം, ഹിംസ, യാജ്ഞ, ദംഭ, ക്ലമക്കലി, ശോകമോഹോ, വിഷാദാർത്തി, നിദ്രാശാഭിരനുദ്യമ. 5 തന്നെയാണ്. സത്വസ്യ രജസസ്തൈജാസ്തമസശ്ചാനുപൂർവശ. ഇത് ക്രമത്തിൽ പറഞ്ഞു എന്ന് പറയുകയാണ്. സത്വഗുണം, രജോ ഗുണത്തിൻ്റെയും തമോ ഗുണത്തിൻ്റെയും ലക്ഷണങ്ങൾ പൂർവശ ക്രമത്തിൽ പറഞ്ഞു. വൃത്തയോ വർണ്ണിത പ്രായ സന്നിപാതമഥോ ശൃണു. ഇനി സന്നിപാതം ശൃണു എന്ന്, അതായത് ഇനി 3 തരത്തിലുള്ള ഇതിൻ്റെ ഒരു മിക്സ്. അതായത് ഇതിപ്പോൾ ആദ്യം പറഞ്ഞത് സാത്വഗുണപ്രധാനിയുടെ, രജോ ഗുണപ്രധാനിയുടെയും തമോ ഗുണപ്രധാനിയുടെയാണ്. ഇനി ഇതൊക്കെ അത്ര സത്വഗുണവും ഇല്ല, അത്ര രജോ ഗുണവും ഇല്ല, അത്ര തമോ ഗുണവും ഇല്ല, മിക്സ്ചറായിട്ടുള്ളവരുണ്ടാവും.
അങ്ങനെയുള്ളവരെ പറയാം, കേട്ടോളൂ എന്ന് പറയാൻ കേട്ടോ. സന്നിപാതസ്ത്വഹമിതി മമേത്യുദ്ധവയാ മതിഹി വ്യവഹാര സന്നിപാതോ മനോ മാത്രേന്ദ്രിയാസുഭിഹി എന്നാണ് പറയണ വെച്ചാൽ, ഉദ്ധവ അഹം ഇതി ഞാനെന്നും, മേ ഇതി മമ ഇതി എൻ്റെ എന്നും, യാ മതി ഏതൊരു ബുദ്ധി ഉണ്ടോ അത്, സന്നിപാത സത്വം മുതലായ ഗുണങ്ങൾ 3 ഗുണങ്ങളുടെയും മിക്സ്ചറാണെന്ന്. മനോമാത്രേന്ദ്രിയാസുഭി മനസ്സ്, തന്മാത്രകൾ, ഇന്ദ്രിയങ്ങൾ, പ്രാണൻ ഇവകളാൽ ഉണ്ടാകുന്ന വ്യവഹാരവും സന്നിപാത സത്വരജസ്തമോ ഗുണങ്ങളാൽ ഉണ്ടാകുന്നത് തന്നെ. എന്താ പറഞ്ഞാൽ ഈ പിന്നെന്താണ് ഇങ്ങനത്തെ പറഞ്ഞുവല്ലോ, ദൈവീ സമ്പത്തും ആസുരി സമ്പത്തും. അപ്പോൾ ഈ ആസുരി സമ്പത്ത് മുഴുവൻ നമുക്ക് ദുഃഖത്തിന് കാരണമാണ്. ദൈവീ സമ്പത്ത് കൊണ്ട് നമുക്ക് ആത്മജ്ഞാനത്തിലേക്ക് നമ്മളെ നയിക്കും. പക്ഷേ എല്ലാ ആസുരി സമ്പത്തും ദുഃഖത്തിന് കാരണമാവും. സത്വം, രജസ്, തമസ് എന്നീ ഗുണങ്ങളാണ് ഈ പലതരം ഭാവങ്ങൾക്കൊക്കെ കാരണം. ഇതിൻ്റെ പിന്നിൽ അതായത് ഇപ്പോൾ പിന്നെ എന്താണ് സത്യം ശമാണെങ്കിലും ദമാണെങ്കിലും തിദിക്ഷയാണെങ്കിലും അല്ലെങ്കിൽ തൃഷ്ണയാണെങ്കിലും അഹങ്കാരമാണെങ്കിലും അല്ലെങ്കിൽ ക്രോധാണെങ്കിലും ഈ ഓരോ ഭാവത്തിൻ്റെയും പിന്നിൽ അതിന് കാരണം ഈ സത്വരജസ്തമോ ഗുണങ്ങളാണ്. അതാ പറഞ്ഞത്, സത്വരജസ്തമോ ഗുണങ്ങളാണ് ഈ പറഞ്ഞ എല്ലാ ഭാവങ്ങൾക്കും കാരണം. പ്രത്യേകം പിന്നെ ഇതിങ്ങനെ പറഞ്ഞല്ലോ. ഇനി ഇത് കൂടിക്കലർന്നാലുണ്ടാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറയണം പോണത് എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഇപ്പോൾ നമ്മൾ പിന്നെ പറയണത്. എന്താ അറിയോ, ഞാൻ എന്ന അഹംഭാവവും എൻ്റേത് എന്ന മമതയാണ് ഈ ഗുണങ്ങളുടെ, അതായത് അഹങ്കാരം, ഞാൻ എന്നും എൻ്റെ എന്നും ഉള്ള ആ ഒരു അറ്റാച്ച്മെൻ്റാണ് ഈ ഗുണങ്ങളെ മിക്സ്ഡ് ആയിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാവാൻ കാരണം. ഗുണങ്ങളിങ്ങനെ മിക്സ്ഡ് ആവാൻ കാരണം ഞാൻ എൻ്റെ വരുന്നതുകൊണ്ടാണെന്ന്. മനസ്സും ഇന്ദ്രിയങ്ങളും ഈ ലോകത്തിലത്തെ കാര്യങ്ങളിൽ മുഴുകുമ്പോഴാണ് ഗുണങ്ങൾക്ക് കൂടിക്കലർച്ച ഉണ്ടാവണത്. മനസ്സും ഇന്ദ്രിയങ്ങൾ ആദ്യം പറഞ്ഞു അഹന്തയും മമതോണ്ടുമാണ് ഈ ഗുണങ്ങളുടെ വ്യത്യാസം വരുന്നത്. ഈ അത്യാഗ്രഹമൊക്കെ അങ്ങനെയാണ്, എൻ്റെ കുട്ടികൾക്ക് എനിക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ടാണല്ലോ. അതാണ് പറഞ്ഞത്, ഈ അഹന്തം മമതോണ്ടാണ് എല്ലാ ഗുണങ്ങളും ഇങ്ങനെ മിക്സ്ഡ് ആവണത്. ഒരാളിൽ തന്നെ എല്ലാ ഗുണങ്ങളുടെ ഒരു മിക്സ്ചർ വരാൻ കാരണം, 3 ഗുണങ്ങളും ഉണ്ടാവാൻ പ്രധാന കാരണം ഈ അഹന്തയും മമതയാണ്. പിന്നെ മനസ്സ് ഇന്ദ്രിയങ്ങളും ഈ ലോക കാര്യങ്ങളിൽ മുഴുകുമ്പോഴാണ് ഗുണങ്ങൾക്ക് ഈ കൂടിക്കലർച്ച ഉണ്ടാവണമെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മൾ നാളെ ധർമാർത്ഥ കാമങ്ങളെ നല്ലോണം അതിൽ തന്നെ അയച്ചാൽ ഇത്ര കൂടിക്കലർച്ച വരില്ല എന്നും കൂടിയും പറയണ്ട കേട്ടോ. അതും കൂടിയും പറയണ്ടേ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അയ്യോ എന്താണ് അപ്പോൾ നമ്മളെന്താ പറഞ്ഞത്, അതെ, ഞാൻ എന്നും എൻ്റേതും എന്ന ഏതൊരു ബുദ്ധി ഉണ്ടോ അത് സത്വം മുതലായിട്ടുള്ള ഈ സത്വരജസ്തമോ ഗുണങ്ങളും, തിരിച്ചും പറയാം, സത്വരജസ്തമോ ഗുണങ്ങളെ കൊണ്ടാണ് ഞാനും എൻ്റെ ഉണ്ടാവണമെന്നും ഞാൻ എൻ്റെ എന്നുള്ള അഹന്തയും മമതയും കൂടുമ്പോഴാണ് സത്വഗുണങ്ങൾ മിക്സ്ഡ് ആവണമെന്നും, പിന്നെ മനസ്സും ഇന്ദ്രിയങ്ങളൊക്കെ പിന്നെ ലോക വ്യവഹാരങ്ങളിൽ ഏർപ്പെടുമ്പോഴും ഈ മിക്സിങ് ഓഫ് ഗുണങ്ങൾ ഉണ്ടാവാം എന്നാണ് പറഞ്ഞത്. സന്നിപാതസ്ത്വഹമിതി മാം അമേത്യുദ്ധവ, അതെ അതാണ് പറഞ്ഞത്. യാ മതിഹി വ്യവഹാര സന്നിപാതോ മനോ മാത്രേന്ദ്രിയാസുഭിഹി. അപ്പോൾ ഈ മനസ്സ് വ്യവഹാരത്തിനുള്ള നമ്മളുടെ ഈ ലോകത്തിൽ മുഴുകാനുള്ള ടൂൾസ് എന്താ, മനസ്സ് ഇന്ദ്രിയങ്ങളാണ് അല്ലേ. ആ മനസ്സും ഇന്ദ്രിയങ്ങളും ത്രിഗുണങ്ങളാൽ പിന്നെ നിർമ്മിക്കപ്പെട്ടതാണ്, അല്ലെങ്കിൽ ത്രിഗുണങ്ങൾ അടങ്ങിയതാണ് മനസ്സേന്ദ്രിയങ്ങളും. അതുകൊണ്ട് ഈ ത്രിഗുണങ്ങളെ കൊണ്ടാണ് നമുക്ക് ഈ ലോക വ്യവഹാരം മുഴുവൻ നടക്കുന്നത് നമുക്ക്. ഇനി ധർമ്മേ ചാർത്ഥേ ച കാമേ ച യഥാസൗ പരിനിഷ്ഠിതഃ ഗുണാനാം സന്നികർഷോയം ശ്രദ്ധാരതിധനാവഹഃ. അപ്പം എന്താ ഇനി പറയണമെന്ന് വെച്ചാൽ, ഓക്കെ, 7 ധർമ്മേച്ച ധർമ്മത്തിലും, അർത്ഥേച്ച അർത്ഥത്തിലും, കാമേച്ച കാമത്തിലും, അസൗ ഈ ആള് യഥാ പരിനിഷ്ഠിത എപ്പോൾ
ഈ ധർമ്മത്തിലും അർത്ഥത്തിലും കാമത്തിലും, അതായത് പുരുഷാർത്ഥങ്ങളിൽ പിന്നെ നല്ല ശ്രദ്ധ സ്ഥിരത ഉണ്ടാണോ, അപ്പോൾ ആ സ്ഥിരത എന്നത് ഗുണാനാം സന്നികർഷ സത്വരജസ്തമോ ഗുണങ്ങളുടെ സംഗമത്താൽ ഉണ്ടാകുന്നു. ശ്രദ്ധാരതി ധനാവഹ സത്വരജസ്തമോ ഗുണങ്ങളായ ശ്രദ്ധ, മതി, ധനം ഇവയെ നൽകുന്നതായും ആയിത്തീരുന്നു. അപ്പോൾ ഇതിലെന്താ പറയുക വെച്ചാൽ, എപ്പോഴാണ് മനുഷ്യൻ ധർമാർത്ഥ കാമത്തിൽ വളരെ നിഷ്ഠ ഉള്ളവനാവണം, അപ്പോൾ ശ്രദ്ധ, അതെ രതിയാണ്, മതിയല്ല കേട്ടോ, രതിയാണ്. ശ്രദ്ധയും രതിയും ധനവും എന്നിവയെ ഉണ്ടാക്കി തീർക്കുന്ന ഈ ഗുണത്രയം ഉണ്ടാകുന്നു. ധർമ്മം, അർത്ഥം, കാമം എന്നതൊക്കെ സത്വരജസ്തമോ ഗുണങ്ങളെ കൊണ്ട് ഉണ്ടാവുന്നതായതിനാൽ മിശ്രാണ്. അപ്പം മിക്സ്ചറാണ്. എല്ലാവരിലും 3 ഗുണം ഉണ്ടാവും. ഏതാ അധികം എന്നേ ചോദ്യമുള്ളൂ. അതായത് ഇങ്ങനെയുള്ള ഈ അഹന്തയും മമതയും ഉണ്ടാകുമ്പോൾ ഈ ഗുണങ്ങളുടെ ഒരു ഇതില്ലാതെ പറ്റില്ല. ഒരു മിക്സിങ്ങേ അതാണ്, അതില്ലാതെ പറ്റില്ലേ. ധർമാർത്ഥകാമങ്ങളിൽ ഉറച്ചു നിൽക്കുമ്പോഴാണ് ഈ ഗുണങ്ങളൊക്കെ മിക്സ്ഡ് ആവണതാണ്. ധർമ്മം സത്വഗുണമാണ്, ശരിയാണ്. കാമം രജോ ഗുണമാണ്. പിന്നെയോ അർത്ഥം തമോ ഗുണമാണ്. അതായത് ധനത്തിന് അത്യാഗ്രഹമൊക്കെ തമോ ഗുണമാണ്. അപ്പോൾ ധർമാർത്ഥകാമങ്ങളിൽ ഉറച്ചു നിൽക്കുമ്പോഴാണ് നമുക്ക് സത്വവും രജസും തമോസും എൻ്റെ ഒരു മിക്സ്ചർ ആവുമല്ലോ. ഇപ്പം പുരുഷാർത്ഥങ്ങൾ മുഴുവൻ വേണമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അതായത് ധർമ്മം സത്വഗുണമാണ്, പിന്നെ കാമം രജോ ഗുണമാണ്, അർത്ഥം തമോ ഗുണമാണ്. അപ്പോൾ ധർമാർത്ഥ കാമങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ 3 ഗുണങ്ങളും നമ്മളിൽ ഇല്ലാത്ത പറ്റില്ല, അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രവർത്തിക്കില്ല. അത് കൂടിക്കലരുന്ന, അതായത് ലോക വ്യവഹാരം, ഗൃഹസ്ഥാശ്രമം ഒക്കെ നമുക്ക് ഈ 3 ഗുണങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. ഏതാണ് കുറച്ചധികം എന്ന് മാത്രമേ ഇവിടെ ചോദ്യമുള്ളൂ. എല്ലാവരിലും 3 ഗുണങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ഈ ലോകത്തിൽ വ്യവഹരിക്കാൻ പറ്റില്ല. അതാണ് ധർമ്മേ ചാർത്ഥേ ച കാമേ ച യദാസൗ പരിനിഷ്ഠിത ഗുണാനാം സന്നികർഷോയം ശ്രദ്ധാരതി ധനാവഹ. ഇനി ധർമ്മനിഷ്ഠയാണെങ്കിൽ എന്താ ഉണ്ടാവണം? ധർമ്മത്തിൽ നല്ല ഉറപ്പ്, നല്ല ധർമ്മിഷ്ഠനാണെങ്കിൽ അയാൾക്ക് സത്വഗുണം. പ്രവൃത്തിലക്ഷണേ നിഷ്ഠ പുമാൻ യർഹി ഗൃഹാശ്രമേ സ്വധർമ്മേ ചാനുതിഷ്ഠേത ഗുണാനാം സമിതിർഹി സ. അപ്പം എന്താണ് പറയണ? യർഹി പ്രവൃത്തിലക്ഷണേ നിഷ്ഠ. എപ്പോഴാണ് ഈ കാമ്യകർമ്മത്തിൽ നമുക്ക് ശ്രദ്ധ ഉണ്ടാവണം? യഥാ പുമാൻ ഗൃഹാശ്രമേ സ്വധർമ്മേച്ച അനുതിഷ്ഠേത തർഹി. അതായത് അപ്പോൾ ഗൃഹസ്ഥാശ്രമത്തിലും സ്വധർമ്മത്തിലും എപ്പോഴാണ് നമ്മൾ വ്യാപൃതരാകുന്നത്? അപ്പോൾ ആ നിഷ്ഠ സന്നിപാതം, അതായത് മിക്സിങ് വരും ഗുണങ്ങളുടെ. അതായത് സ്വധർമ്മം അനുഷ്ഠിക്കുന്നത് സാത്വിക ഗുണം കൊണ്ടാണ്. സ്വധർമ്മം അനുഷ്ഠിക്കാൻ ആ സ്വധർമ്മ നിഷ്ഠ നിരതനാവുന്നത്. സ്വധർമ്മത്തിൽ നല്ല ശ്രദ്ധയുള്ള ആളെ ശരിക്കും അത് സത്വഗുണമാണ് കാണിക്കണത്. നമ്മൾ ഗൃഹസ്ഥന്മാർ കാമ്യകർമ്മം ചെയ്യും, നമുക്ക് ഫലം ആഗ്രഹിച്ചിട്ടും ചെയ്യുമല്ലോ പല കർമ്മങ്ങളും. അപ്പം അത് രജോ ഗുണം കൊണ്ടാണ്. പിന്നെയോ ഗൃഹത്തിൽ ഭയങ്കര അറ്റാച്ച്മെൻറ്റ് ഗൃഹത്തിനോട്, അത് തമോ ഗുണമാണ്. അപ്പം നമുക്ക് മനസ്സിലാക്കാം, ഒരു ഗൃഹസ്ഥനെ സർവൈവ് ചെയ്യുമ്പോൾ ജീവിക്കുമ്പോൾ തന്നെ 3 ഗുണം ഉണ്ടാവണേ. അതിൻ്റെ ഒരു മിക്സ്ചർ ആയാലേ പറ്റുള്ളൂ. കാരണം നല്ല അവനവൻ്റെ ധർമ്മത്തിൽ നല്ല സ്വധർമ്മമൊക്കെ അനുഷ്ഠിക്കും. അത് സത്വഗുണം കൊണ്ടാണ് തോന്നണം അങ്ങനെ വേണമെന്ന്. അതേസമയം നമുക്ക് എനിക്ക് കുറച്ച് അത് ചെയ്യണം, എന്നിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കണം, അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന എന്നിട്ട് ഫലാപേക്ഷയോടുകൂടി കർമ്മം ചെയ്യുക, അപ്പം അത് രജോ ഗുണമാണ്. അതില്ലാതെ പറ്റില്ലല്ലോ ഗൃഹസ്ഥനാകുമ്പോൾ. പിന്നെ ഗൃഹത്തിനോടൊക്കെ നല്ല അറ്റാച്ച്മെൻറ്റ്, അയ്യോ എൻ്റെ വീടൊക്കെ വൃത്തിയാക്കി വെക്കണം, കേമാണ് നഷ്ടപ്പെടരുത്, അതും ഉണ്ടാവും ഇല്ലേ. അപ്പോൾ ഈ പിന്നെ 3 ഗുണത്തിൻ്റെ ഒരു മിക്സറാവും ഒരു ഗൃഹസ്ഥാശ്രമിയുടെ ജീവിതം മുമ്പിലേക്ക് കൊണ്ട് നടക്കണമെങ്കിൽ. നമ്മൾ 3 ഗുണത്തിൻ്റെ ഒരു മിക്സർ ഉണ്ടായാലേ പറ്റുള്ളൂ സക്സസ്ഫുള്ളായിട്ട് കൊണ്ട് നടക്കാൻ. അതാണ് അതിൽ പറഞ്ഞത് കേട്ടോ. പ്രവൃത്തി ലക്ഷണേ നിഷ്ഠ പുമാൻ യർഹി ഗൃഹാശ്രമേ സ്വധർമ്മേ ചാനുതിഷ്ഠേത ഗുണാനാം സമിതിർഹി സ. 9 പുരുഷം സത്വ സംയുക്തമനുമീയാച്ഛമാദിഭിः കാമാദിഭിരജോ യുക്തം
ക്രോധോദ്യൈസ്തമസായുധം. 9 എന്താ? ശമാധിഭി, ശമം മുതലായ ഗുണങ്ങളെ കൊണ്ട് പുരുഷനെ സത്വസംയുക്തം, സത്വഗുണത്തോടു കൂടിയവനായി അനുമീയാതെ, അതായത് നല്ല ശമം ദമമൊക്കെ ഉള്ള ഒരാളെ. ശമം പറഞ്ഞാൽ പിന്നെ എന്താണ്, ദേഹത്തിൻ്റെ എല്ലാത്തിനെയും നമ്മൾ നല്ല ഇന്ദ്രിയങ്ങളെയാണ് ദമം അല്ലേ. അപ്പോൾ ശമവും ദമവും ഒക്കെ ഉള്ളവരെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം അവർ സത്വഗുണപ്രധാനിയാണ് എന്ന്. കാമാദിഭി രജോയുക്തം, ഭയങ്കര ആഗ്രഹങ്ങളുണ്ട്, കാമ്യകർമ്മങ്ങൾ ചെയ്യുക, ഒരുപാട് പിന്നെ ശ്രമിക്കുക ഫലം കിട്ടുക, അങ്ങനെ കർമ്മം ചെയ്യുക ഫലം കിട്ടുക, അങ്ങനെയുള്ള ആഗ്രഹമുള്ളവരാണെങ്കിൽ രജോഗുണപ്രധാനിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ക്രോധോദ്യൈ താമസായുക്തം, ഭയങ്കര ദേഷ്യവും ആൾക്കാർ ഉപദ്രവിക്കാനൊരു വിഷമല്യായും ഹിംസയൊക്കെ ഉള്ള ആരാണെങ്കിൽ അയാൾ തമോ ഗുണപ്രധാനിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്ന് പറയണം, ഏകദേശം ലക്ഷണം കൊണ്ട്. നമുക്ക് ആലോചിച്ചറിയാലോ, ശമവും ദമവും ഉള്ളവരൊക്കെയാണെന്ന് വെച്ചാൽ ഒന്നിനും പുറപ്പെടില്ല അല്ലേ, നല്ല ഇതുണ്ടാവുമല്ലോ. അങ്ങനെയുള്ളവർ നമുക്ക് സത്വഗുണപ്രധാനിയായിട്ട് തോന്നും. പിന്നെ എപ്പോഴും എന്തെങ്കിലും ചെയ്യുക, അതിന് ഫലം കിട്ടുക, പിന്നെയും ചെയ്യുക, പിന്നെയും ഫലത്തിന് വേണ്ടി പ്രവർത്തിക്കുക, അങ്ങനെയുള്ള രജോ ഗുണപ്രധാനി. വേഗം ദേഷ്യം വരുമ്പോൾ എല്ലാവരും തെറ്റിദ്ധരിക്കും, എല്ലാവരും വേദനിപ്പിക്കും, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ, അതൊക്കെ തമോ ഗുണം. അങ്ങനെ പറഞ്ഞു അല്ലേ. പുരുഷം സത്വസംയുക്ത മനുമീയാച്ഛദ്മാദിഭി കാമാദിഭിരജോയുക്തം ക്രോധാദ്യൈസ്തമസായുധം. പിന്നെയോ യഥാ ഭജതി മാം ഭക്ത്യാ നിരപേക്ഷസ്വകർമ്മഭി തം സത്വപ്രകൃതിം എന്താ പിന്നെ വിദ്യാത് പുരുഷം സ്ത്രീയമേവ വാ. 10 എന്താ 10 പറഞ്ഞു വെച്ചാൽ നിരപേക്ഷ, ഒന്നും അപേക്ഷയില്ലാതെ, മീൻസ് ഫലാപേക്ഷ ഇല്ലാതെ, സ്വകർമ്മഭി തൻ്റെ കർമ്മങ്ങളെ കൊണ്ട് മാം എന്നെ ഭക്തിയോടെ, അതായത് യാതൊരു തരത്തിലുള്ള ഫലാപേക്ഷമില്ലാതെ എന്നിൽ അർപ്പിച്ചുകൊണ്ട് ഭക്തിയോടെ, ഭക്ത്യ ആരാണ് കർമ്മം ചെയ്യണം? യഥാ ഭജതി, എപ്പോഴാണ് ഭജിക്കുന്നത്? തം പുരുഷം, ആ പുരുഷനെ സത്വപ്രകൃതി സത്വഗുണമുള്ളവനായി വിദ്യാത് അറിയേണ്ടതാകുന്നു. സ്ത്രീയം ഏവ, ആ സ്ത്രീയെയും അറിയേണ്ടതാണ്. അതല്ലെങ്കിൽ ഇപ്പോൾ ഏത് പുരുഷനോ സ്ത്രീയോ ആണെങ്കിലും ആരാണ് ഫലാപേക്ഷ കൂടാതെ അല്ലെങ്കിൽ ഫലം ആഗ്രഹിക്കാതെ എല്ലാ കർമ്മങ്ങളും സ്വന്തം കർമ്മങ്ങളൊക്കെ, എല്ലാ കർമ്മങ്ങളും ഫലാപേക്ഷയോടു കൂടി അല്ലാതെ എന്നിൽ അർപ്പിച്ചുകൊണ്ട് ഒരു ഈശ്വരാരാധനയായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ഏത് പുരുഷനോ സ്ത്രീയാണ് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത്, അയാൾ തീർച്ചയായിട്ടും സത്വഗുണാണെന്ന് മനസ്സിലാക്കിക്കോളൂ. അതാണെന്നതിൽ പറഞ്ഞത്. ഒന്നിലും ആഗ്രഹം വയ്ക്കാതെ സ്വന്തം കർമ്മം ചെയ്യണത് മുഴുവൻ ഭഗവതർപ്പണമായി ചെയ്ത്, ഭക്തിയോടെ ഭഗവതർപ്പണമായി ചെയ്ത്, ആരാണ് എന്നെ അങ്ങനെ എൻ്റെ കർമ്മങ്ങളെല്ലാം എന്നിൽ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നത്, അല്ലെങ്കിൽ കർമ്മം കൊണ്ട് എന്നെ ഭജിക്കുന്നതെന്ന് പറയാം അല്ലേ, അത് സ്ത്രീ ആയാലും പുരുഷനായാലും സത്വഗുണപ്രധാനിയാണ്. യഥാ ഭജതി മാം ഭക്ത്യാ നിരപേക്ഷ സ്വകർമ്മഭീതം സത്വപ്രകൃതി വിദ്യാത് പുരുഷം സ്ത്രീയമേവ വാ. യഥാ ആശാസ്യ മാം ഭജേത സ്വകർമ്മഭി തം രജപ്രകൃതിം വിദ്യാധിംസാമാശാസ്യ ആശസ്യേ എന്നാണ് അല്ലേ. അതെ, താമസം എന്താണ് പറയണത്? ആശാസ്യ എന്നാണ് കേട്ടോ, തെറ്റാണ് ഇതിൽ അടിച്ചിരിക്കുന്നത്. ഓക്കെ, ഒന്നുകൂടി വായിക്കാം. യഥാ ആശാസ്യ മാം ഭജേത സ്വകർമ്മഭി തം രജ പ്രകൃതിം വിദ്യാത് ഹിംസാമാശാസ്യ താമസം. അപ്പം നോക്കാം. ആശിഷ, അതായത് ഫലങ്ങളെ ആശാസ്യ ആഗ്രഹിച്ച്, സ്വകർമ്മങ്ങളാൽ മാം എന്നെ എപ്പോഴാണ് ഭജിക്കുന്നുവോ തം രജപ്രകൃതി, അപ്പോഴാണ് അതിനെ രജോഗുണപ്രധാനി. ഹിംസാമാശാസ്യ, പിന്നെയോ ശത്രുക്കളെ വധിക്കുക മുതലായ അതൊക്കെ ഇഷ്ടപ്പെട്ട ആശാസ്യ, അതൊക്കെ വേണ്ടതാണെന്ന് വിചാരിച്ച് താമസം, തമോ ഗുണമുള്ളവൻ. അപ്പോൾ ഇതിൽ ഈ ഒരു ശ്ലോകത്തിൽ രണ്ടും പറയുന്നുണ്ട്, രജോ ഗുണോ തമോ ഗുണോ. കഴിഞ്ഞതിൽ സത്വഗുണമല്ലേ പറഞ്ഞ്, എല്ലാം ഈശ്വരാർപ്പണമായിട്ട് എല്ലാ കർമ്മങ്ങളും ചെയ്ത് ഫലാപേക്ഷ ഇല്ലാതെ ചെയ്യണതാണ് സത്വഗുണം. ഇതിലെന്താ പറഞ്ഞ വെച്ചാൽ
എപ്പോഴാണ് ഫലാപേക്ഷയോടു കൂടി, അതായത് ഫലം ആഗ്രഹിച്ചിട്ട് എപ്പോഴാണ് സ്വന്തം കർമ്മങ്ങളെ ആൾക്കാർ ചെയ്യണത്? എന്നെ പ്രാർത്ഥിക്കണമൊക്കെ ഉണ്ട്, പക്ഷെ എപ്പോഴും ഫലം ആഗ്രഹിച്ചിട്ട് ആരാധിക്കുകയാണെങ്കിലും ഫലം ആഗ്രഹിച്ച് ചെയ്യണത് അത് രജോ ഗുണമാണ്. പിന്നെയോ ചിലർ ഭഗവാനെ ഭജിക്കും. എങ്ങനെ ഭജിക്കും? ബാക്കിയുള്ളവർക്ക് ചീത്തത്തം വരണം വിചാരിച്ചിട്ട്, ശത്രുക്കൾക്ക് നാശം വരണം എന്ന് വിചാരിച്ചിട്ട് ആരാളെ എന്നെ ഭജിക്കണേ? അത് തമോ ഗുണമാണ്. അപ്പോൾ ഈ സത്വഗുണപ്രധാനി എങ്ങനെയാണ്? ഒരു ഫലവും ആഗ്രഹിക്കാതെ ഭഗവാനിൽ എല്ലാ കർമ്മങ്ങളും അർപ്പിച്ച് ചെയ്യും. രജോ ഗുണപ്രധാനി എങ്ങനെയാ വെച്ചാൽ ഭഗവാനെ ഭജിക്കുകയൊക്കെ ചെയ്യും. എന്തിന്? അവനോന് ഓരോ ഫലങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട്. അതായത് എന്തെങ്കിലും ഈശ്വര എൻ്റെ ദണ്ണം മാറ്റണേ, അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഫസ്റ്റ് ക്ലാസ് ആയിട്ട് പാസ്സാവണേ, അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടണേ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കണതാണ് രജോ ഗുണം. അതാണ് ഇതിൽ പറഞ്ഞത്. പിന്നെ ഒരു തരം ബാക്കിയുള്ളവർക്ക് കഷ്ടപ്പാട് വരണം, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് നശിക്കണം, ശത്രുക്കളെ നശിപ്പിക്കാൻ എന്നോട് ചെയ്യുന്ന പ്രാർത്ഥന. ഭഗവാൻ പറയണം 3 തരത്തിലുള്ള ആൾക്കാരെന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒന്നും ആഗ്രഹിക്കാതെ ഈശ്വരാർപ്പണമായിട്ട് എന്നെ ഭക്തി കൊണ്ട് മാത്രം പ്രാർത്ഥിക്കണവരെ സത്വഗുണപ്രധാനി. പിന്നെ അവനവനെന്നെ നല്ലത് വരണം വിചാരിച്ച് പ്രാർത്ഥിക്കണവർ രജോ ഗുണം. ബാക്കിയുള്ളവർക്ക് തീത്തത്വം വരണം എന്ന് പറഞ്ഞിട്ട് എന്നെ പ്രാർത്ഥിക്കണവർ തമോ ഗുണം. അതാണ് പറഞ്ഞത്. അതായത് ശത്രുക്കളേക്ക് നാശം വരണം എന്ന് പറഞ്ഞാൽ നാശപൂജയൊക്കെ ചെയ്യുക, അങ്ങനെ ആവണിച്ചിട്ടേ അങ്ങനെയൊക്കെ ഉള്ളവരാണ് തമോ ഗുണം. യഥാ ആശിഷ ആശാസ്യ മാം ഭജേത സ്വകർമ്മഭീതം രജപ്രകൃതിം വിദ്യാത് ഹിംസ ആശാസ്യ താമസം. ഇനി 12. സത്വം രജസ്തമ ഇതി ഗുണാ ജീവസ്യ നൈവമേ ചിത്തജായൈസ്തു ഭൂതാനാം സജ്ജമാനോ നിബധ്യതേ. 12. സത്വം രജ തമ ഇതി ഗുണാഹ. സത്വം രജസ് തമസ് എന്നീ ഗുണങ്ങൾ ചിത്തജ, അതായത് ചിത്തത്തിൽ ഉണ്ടാകുന്നു. ജീവസ്യ ഏവ, അതുകൊണ്ട് ജീവനോട് ചേർന്നവയാണ്. അതായത് അന്ധകരണത്തിലാണ് ഉണ്ടാവണത്. ചിത്തം ചിത്തത്തിലാണ് ഈ സത്വരജസ്തമോ ഗുണങ്ങൾ ഉണ്ടാവണത്. അപ്പോൾ ജീവനോട് ചേർന്ന് നിൽക്കുകയാണ്. നമ്മെ എന്നോട് ചേർന്നവയല്ല. അതായത് ഈ സത്വരജസ്തമോ ഗുണങ്ങളൊക്കെ ഈ ജീവാത്മാവിനോട് ചേർന്ന് നിൽക്കുക, ഈശ്വരനോടല്ല. യൈഹി, ആ ഗുണങ്ങളാൽ ഭൂതാനാം, ദേഹം ഇന്ദ്രിയങ്ങൾ മുതലായവയിൽ സജ്ജമാനഹ തു നിബദ്ധ്യത, അതുണ്ടാവുമ്പോഴാണ് ഈ 3 ഗുണങ്ങളെ കൊണ്ടാണ് നമുക്ക് ഈ ദേഹവും ഇന്ദ്രിയവും ആയിട്ടുള്ള ബന്ധം ഉണ്ടാവുന്നത്. ഓഫ് കോഴ്സ് അതുകൊണ്ട് പിന്നെ കർമ്മബന്ധനവും. അതാണ് പറഞ്ഞത്. ഈ സത്വരജസ്തമോ ഗുണങ്ങളൊക്കെ നമ്മുടെ ചിത്തത്തിലുണ്ട്. അങ്ങനെ അത് ധാരാളം ചതുരജസ്തമോ ഗുണങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ജീവാത്മാവായിട്ട് തന്നെയാണ് ചേർന്ന് നിൽക്കണം. മീൻസ് നമുക്ക് ദേഹാഭിമാനം കഠിനമാണ്. അപ്പോൾ ഈശ്വരനോട് ചേർന്ന് നിൽക്കണില്ല. അതായത് ദേഹാഭിമാനം കുറഞ്ഞ്, വൈരാഗ്യം വന്ന് ദേഹാഭിമാനം കുറഞ്ഞ് ഈശ്വരൻ്റെ അടുത്തേക്ക് അടുക്കുമ്പോഴാണ് നമ്മളെ ഈ സത്വഗുണം മാത്രമായിട്ടൊക്കെ തീരണതേ. ഈ 3 ഗുണങ്ങളൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ജീവാത്മാവിനോടാണ് ചേർന്ന് നിൽക്കണതാണ്. നമ്മൾ അന്ന് പറഞ്ഞില്ലേ ഒരു ഇടത്ത് ഭാഗത്ത് ഈശ്വരൻ, നടുക്ക് ജീവൻ, വലത്ത് ഭാഗത്ത് ജഗത്ത്. അപ്പോൾ ഇപ്പം ഈ ഗുണങ്ങൾ എടുക്കുകയാണെങ്കിൽ അങ്ങനെയാണ്. ഈ ജീവാത്മാവ് ജഗത്തിനോട് ചേർന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഈ സത്വഗുണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ജീവൻ ജഗത്തിനോട് ചേർന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഭഗവാനിൽ അകലെയാണ് നമ്മളെ ഈ ഗുണങ്ങൾ കാരണം. അതാണ് പറഞ്ഞത്. അതായത് ഈ ഭഗവാൻ അതിനൊക്കെ അതീതനാണല്ലോ. അപ്പോൾ ഈ ജീവന് മാത്രമേ, ഈ ചിത്തത്തിലാണ് ഇതുണ്ടാവണത്, ഈ സത്വരജസ്തമോ ഗുണങ്ങളെ. അത് ജീവനെ മാത്രമേ ബാധിക്കുന്നുള്ളൂ, ഭഗവാനെ ശരിക്കുള്ള ആത്മാവിനെ ബാധിക്കുന്നില്ല. ഞാൻ ശരീരമാണെന്ന് അഭിമാനിക്കുന്ന ജീവനെ മാത്രമേ ഈ 3 ഗുണങ്ങളും ബാധിക്കുന്നുള്ളൂ. കാരണം ചിത്തത്തിലുണ്ടാവണതാണ്. അപ്പോൾ ഭഗവാനെ ഇതൊന്നും ബാധിക്കണില്ല എന്ന് പറയണേ. അത് ഈ 3 ഗുണങ്ങൾ ദേഹാഭിമാനിയായിട്ടുള്ള ജീവനെ മനസ്സും ഇന്ദ്രിയങ്ങളും ഒക്കെ ആയിട്ട് ബന്ധിപ്പിക്കണമെന്നിട്ട് ഈ ഗുണങ്ങൾ. അതാണ് ഇതിൽ പറഞ്ഞത്. അത് നമ്മൾ മുമ്പ് പറഞ്ഞ അതുപോലെ തന്നെയാണ്. കാരണം ഈശ്വരനോട് അടുക്കുമ്പോൾ ഈ ഗുണങ്ങളുടെ ഇതൊക്കെ കുറയും. കുറച്ച് കഴിഞ്ഞാൽ സത്വഗുണം മാത്രമാവും. പിന്നെ സത്വഗുണത്തിനും അതീതനായി പോകുമ്പോൾ ഈശ്വരൻ തന്നെയാവും. അങ്ങനെയാണല്ലോ ഗുണാതീതനാവുമ്പോൾ. പക്ഷേ ഈ ജഗത്തിനോട് ഇങ്ങനെ അടുക്കുന്തോറും നമ്മളെ ഈ ഗുണങ്ങളൊക്കെ കൂടി വരും. മാത്രമല്ല സത്വഗുണം മാത്രമൊന്നും അല്ലാണ്ടേ പോവും. രജോ ഗുണവും തമോ ഗുണവും ഒക്കെ അതിൽ കലരും.
അപ്പോൾ ഇതിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ 3 ഗുണങ്ങൾ ദേഹാഭിമാനിയായിട്ടുള്ള ജീവനെ മാത്രം ബാധിക്കുന്നതാണ്. അല്ലാതെ ഒരു ഉപാധികളുമില്ലാത്ത ആത്മാവിനെ, ഗുണാതീതനായിട്ടുള്ള ആത്മാവിനെ ബാധിക്കണേ ഇല്ല എന്നാണ് പറഞ്ഞത്. സത്വം രജസ്തമ ഇതി ഗുണ ജീവസ്യ നൈവമേ ചിത്തജായൈസ്തു ഭൂതാനാം സജ്ജമാനോ നിബധ്യതേ. അപ്പം ഇന്ന് ഇവിടെ നിർത്താട്ടോ. 12 കഴിഞ്ഞു. 13 നാളെ ചെയ്യാം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. സമസ്താപരാധം ക്ഷമസ്വമേ.